ഒപ്പിട്ടില്ല. സമസ്തയും ലീഗും കൂടി ഒത്തൊരുമിച്ച് പോകണം. ലീഗിനെ സമസ്ത സഹായിക്കുക, സമസ്ത ലീഗിനെ സഹായിക്കാം. ആ നിലക്കുള്ള തീരുമാനം എടുത്തിട്ട് ആ നിലക്ക് അപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കും. പഴയ കാലത്തും ലീഗിന്റെ സഹായികളായിരുന്നു സമസ്ത. അറിയാലോ. ചാപ്പനങ്ങാടിന്റെ ഒരു പ്രാർത്ഥന ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കിയാമത്ത് നാള് വരെ ഈ പ്രസ്ഥാനത്തെ ചാപ്പനങ്ങാടി ഞാൻ പിന്നെ വാണിയനൂർ മുതലിസായിരിക്കാം. അപ്പം അവിടെ അടുത്ത പിടിയെന്ന് ചന്ദ്രിക വാങ്ങിക്കൊണ്ട് വായിക്കുന്നു. അതിലൊരു ദിവസം റിപ്പോർട്ട് കണ്ട് കോഴിക്കോട് പിന്നെ ലീഗിന്റെ സ്റ്റേറ്റ് സമ്മേളനം നടക്കും. അതിൽ ദ്വാരിക്കണ ആരാ? ചാപ്പനങ്ങാടി. എൻ്റെ മനസ്സിൽ വീർക്കുന്നു മൂപ്പര് സൂഫി വരികൻ ഒഹറബിയായ ചിന്തയിൽ നടക്കുന്ന ആളെന്തിനും മുസ്ലിം ലീഗിന്റെ യോഗത്തിന് പുള്ളിൻ്റെ മനസ്സിൽ തോന്നി ആരോടും പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് മൂപ്പരെ കാണാൻ വേണ്ടി ചെന്നു. മൂപ്പരെ വീട്ടിൽ ഞാൻ സലാം ചെയ്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ വിളിക്ക്, ലീഗിനെ എതിർക്കരുത്. ആദ്യം പറഞ്ഞതാ. എൻ്റെ മനസ്സിൽ വെറുപ്പുള്ള മൂപ്പര് അറിഞ്ഞ് മൂപ്പര് ആരിഫാണ്. നമ്മുടെ കൽബിൽ എന്തെങ്കിലും തോന്നിയാൽ മൂപ്പർക്ക് അറിയാൻ കഴിയും. അപ്പം മൂപ്പര് ലീഗിന്റെ യോഗത്തിന് പോകുന്ന ഇഷ്ടമില്ലാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ട് ഞാൻ പറയാത്ത നിൽക്കുന്നു. ലീഗിനെ എതിർക്കരുതിട്ട്. ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിമിനെ ന്യൂനപക്ഷമാണ്. ഈ നമ്മുടെ മുസ്ലിം ലീഗങ്ങൾക്ക് എതിരായിട്ട് വല്ലതുപെട്ട ഭരണാധികാരികൾ പാസ്സായാൽ അതിൻ്റെ എതിരെ ശബ്ദം ഇരുന്നവിടെ മുസ്ലിം ലീഗ് അല്ലാതെ വരില്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന മുസ്ലിം ലീഗിൽ പല ആൾക്കാരൊക്കെ ഉണ്ടാവും. നല്ലവരും ചീത്തവരുടെ പ്രസ്ഥാനം നിലനിൽക്കണമെന്നല്ല അള്ള ഉദ്ദേശിച്ചത്. അതല്ലേ മനുഷ്യന്മാർ നല്ലവരും ചീത്തവരില്ല. അള്ള പടച്ചില്ലേ? ഇവിടെ അള്ളാൻ്റെ പടപ്പോൾ നിങ്ങൾ നല്ലവരാണ്. ഈ മുസ്ലിം ലീഗിൽ എല്ലാവരും കൂടി ഒത്തിരി നിൽക്കുന്നല്ലാതെ നമ്മൾ സുന്നികൾ നല്ല മനുഷ്യന്മാർ മാത്രം പോയി ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സംഘടനയാണ് സമസ്ത. അതിലുള്ള എല്ലാ വിഭാഗക്കാരും വേണം. ആര് പറഞ്ഞത്? ചാപ്പനങ്ങാടി എന്നോട് പറഞ്ഞ വർത്താനം. ഒരു വലിയ മഹാനായി ചാപ്പനങ്ങാടി പോയിട്ട്